ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. ചില താരങ്ങൾ വലിയ പ്രതീക്ഷയോടെയൊക്കെ ഓരോ സീസണിലും കളിക്കാനെത്തും. അവർ മൊമെന്റ് ഫ്ലോപ്പ് ആവുകയും ചെയ്തു. പിറ്റേ സീസണിലായിട്ട് ഇവരെ മേടിക്കാൻ പോലും ആരും ഉണ്ടാകില്ല. എന്നാലും ഗ്ലെൻ മാക്സ്വെലിൻ്റെ സ്ഥിതി വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന് വേണ്ടി ഓരോ സീസണിലും ഡിമാൻഡ് വളരെ കൂടുകയാണ്. കഴിഞ്ഞ സീസണിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ താരമായിരുന്നു അദ്ദേഹം. ഗ്ലെൻ മാക്സ്വെൽ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറായി നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് വലിയ ഡിമാൻഡ് ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രം മൊത്തം പരിശോധിച്ച് കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഡിമാൻഡുള്ള റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ താരമായിരുന്ന ഗ്ലെൻ മാക്സ്വെൽ കഴിഞ്ഞ സീസണിൽ വളരെ ദയനീയ പ്രകടനമാണ് നടത്തിയത്. അതിനാൽ തന്നെ ഈ സീസണിൽ താരത്തെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ നിലനിർത്തിയില്ല. അദ്ദേഹത്തെ സ്വന്തമാക്കിയത് പഞ്ചാബ് കിങ്സ് ആണ്. പഞ്ചാബ് കിങ്സിൻ്റെ മുൻ താരമായ ഗ്ലെൻ മാക്സ്വെൽ ഈ സീസണിൽ തിളങ്ങാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്തായാലും സീസണിൽ ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളിലും താരത്തിൻ്റെ ഭാഗത്ത് തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഉണ്ടായിരിക്കുന്നത്. താരവുമായി ബന്ധപ്പെട്ട് മുൻ ന്യൂസിലാൻഡ് താരം സൈമൺ ഡൗൺ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ഇത്രത്തോളം മോശപ്പെട്ട താരം ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ്റെ കണക്കുകൾ ഞാൻ ഈ അടുത്താണ് കണ്ടത്. എത്രത്തോളം മോശം സ്റ്റാറ്റ്സ് ആണ് അവൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ് അവൻ. അതായത് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികച്ചതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ബാറ്റിംഗ് ശരാശരിയിലും താഴെയാണ്. ബോളിങ്ങിൽ കുറച്ച് വിക്കറ്റ് എടുക്കുന്നുണ്ട്. അതായത് വെറും ഒരു ബോളറായി മാത്രം അദ്ദേഹത്തെ കളിപ്പിക്കേണ്ട അവസ്ഥയാണ് പഞ്ചാബിനുള്ളത്. ശരിക്കും അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതാണ് സൈമൺ ഡോൾ ചോദിച്ച വാക്കുകൾ. ഏതായാലും ഗ്ലെൻ മാക്സ്വെൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രം കണ്ട ഏറ്റവും ഓവർ റേറ്റഡ് താരം ആണ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം ചർച്ചകൾ സജീവമാണ്.